അത് തന്നെയാണ് ഹാഷ്മി. കാരണം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളെ എങ്ങനെയാണ് അധ്യാപകൻ എന്ന് ആ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കാണാൻ സാധിക്കുക എന്നുള്ള കാര്യം സംശയമാണ്. കാരണം നമ്മൾ മുമ്പ് ഈ പല സിനിമകളിൽ കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് ജനഗണമന എന്ന് പറയുന്ന സിനിമയിലൊക്കെ സമാന രീതിയിലുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അതൊക്കെ സിനിമയിൽ മാത്രമാണെന്നാണ് നമ്മൾ ഇത്രയും കാലം ആശ്വസിച്ചിരുന്നത്. പക്ഷേ അതൊക്കെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ സ്വന്തം നാട്ടിൽ നടക്കുന്നു. അത് കാരണം കുട്ടികൾക്ക്, പഠിക്കാനായി പോകുന്ന കുട്ടികൾക്ക് ജീവൻ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളൊരു തിരിച്ചറിവൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണുമ്പോഴാണ് വന്നു തുടങ്ങിയിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ പറയുന്നതാണ്, ഈ നിതിൻ രാജിന്റെ നെടുമങ്ങാട് വീടെന്ന് പറയുന്നത് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ റാഗിങ്ങിന് ഇരയായി മരണപ്പെട്ട സിദ്ധാർത്ഥിന്റെ വീട്ടിൽ നിന്ന് കുറച്ചപ്പുറത്ത് മാത്രമാണ്, ഏകദേശം ഒരു 3 കിലോമീറ്റർ മാത്രം അപ്പുറത്താണ്. അന്ന് സിദ്ധാർത്ഥിന്റെ ആ ഒരു മരണം സംഭവിച്ച സമയത്ത് സിദ്ധാർത്ഥിന്റെ അമ്മയുടെ പ്രതികരണങ്ങൾ നമ്മൾ തേടുമ്പോൾ ആ അമ്മ പറഞ്ഞതാണ്, ഇങ്ങനെ ഒരു ആൾക്കൂട്ട വിചാരണയ്ക്കും ഒരു റാഗിങ്ങിനൊക്കെ ഇടയായി സ്വപ്നങ്ങളുമായി പഠിക്കാൻ പോകുന്ന ഒരു വിദ്യാർത്ഥി മരണപ്പെടുന്നത് അത് സിദ്ധാർത്ഥിൻ്റെത് അവസാന സംഭവമായിരിക്കണം. ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിലുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് അന്ന് അമ്മ പറഞ്ഞു നിർത്തുകയും ചെയ്തത്. പക്ഷേ കഴിഞ്ഞ ദിവസം ആ അമ്മയ്ക്ക് തന്നെ തൊട്ട് അയൽപക്കത്തുള്ള ഈ വീട്ടിലേക്ക് വരേണ്ടി വന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. നേരത്തെ ആ കുട്ടികൾ പ്രതികരിച്ച കുട്ടികൾ പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് മെലിഞ്ഞിരിക്കുന്ന കുട്ടിയാണെങ്കിൽ തിന്നെന്ന് പറഞ്ഞ് കളിയാക്കും, വെളുത്തിരിക്കുകയാണെങ്കിൽ കോക്രോച്ച് എന്നും. അതായത് കറുത്തിരിക്കുന്ന കുട്ടികളെ മാത്രമല്ല, നമ്മൾ സാധാരണഗതിയിലൊക്കെ പണ്ട് കേട്ടിട്ടുള്ളത് അധ്യാപകരായിരുന്നാലും പുറത്തുള്ളവരായിരുന്നാലും കറുത്തിരിക്കുന്ന കുട്ടികളെ കളിയാക്കുക അല്ലെങ്കിൽ വണ്ണമുള്ള കുട്ടികളെയൊക്കെ കളിയാക്കുന്ന കാര്യമാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെ അദ്ദേഹം ഒരാളെ പോലും വെറുതെ വിടുന്നില്ല. വെളുത്തിരുന്നാലും കറുത്തിരുന്നാലും വണ്ണമുണ്ടായിരുന്നാലും മെലിഞ്ഞിരുന്നാലും ഒക്കെ എല്ലാവരെയും ഇയാൾ വേട്ടയാടുന്ന, അത് കൃത്യമായി പറയാം, വേട്ടയാടുന്ന ഒരു സമീപനമാണ് ഈ ഒരു അധ്യാപകന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ആദ്യം നമ്മളിത് പുറം ലോകത്ത് അറിയുന്നത് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന നിതിൻ രാജിന്റെ ആ ഒരു ഓഡിയോയിൽ കൂടിയാണ് ഈ അധ്യാപകന്റെ ക്രൂരതകൾ പുറത്തു വരുന്നത്. പക്ഷേ ഇപ്പോൾ ആദ്യം മടിച്ചു നിന്ന കുട്ടികൾ, കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെ പഠിച്ചിറങ്ങിപ്പോയ വിദ്യാർത്ഥികൾക്കും ഇവരെയൊക്കെ ആവശ്യമുണ്ട്. കാര്യം ഇവർ ക്ലിനിക്കിൽ പോയാൽ അതിന്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടും അല്ല അതിന്റെ ഈ പറഞ്ഞ അംഗീകാരവുമായി ബന്ധപ്പെട്ടൊക്കെ ഈ ഡെന്റൽ അസോസിയേഷൻ്റെ ഒക്കെ എന്തൊക്കെ വേണമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പഠിച്ചിറങ്ങി പുറത്തുപോയ വിദ്യാർത്ഥികൾക്ക് പോലും ഇവർക്കെതിരെ സംസാരിക്കാൻ ഭയമാണ്. അതൊരു കുട്ടി ഇന്നലെ എന്നെ വിളിച്ചു പറഞ്ഞത്, അതിനെ ഈ റാം വിളിച്ചുകൊണ്ട് സ്റ്റുപ്പിഡ് ഇഡിയറ്റ് ഫൂൾ എന്നല്ലാതെ പേര് വിളിച്ചിട്ടേ ഇല്ല അതിൻ്റെ ഈ പറയുന്ന വർഷങ്ങളിലൊക്കെ. അപ്പോൾ ക്ലാസ്സിലെ സ്റ്റുപ്പിഡ് ഇഡിയറ്റ് ഫൂൾ ആരെന്ന് ചോദിച്ചാൽ കുട്ടികൾ ഈ പെൺകുട്ടിയെ നോക്കും. അമ്മാതിരിയുള്ള പീഡനങ്ങളുടെ എത്രയെത്ര പ്രതികരണങ്ങൾ നമുക്ക് നേർക്കുനേർ കിട്ടുന്നുണ്ടെന്നറിയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.